ഹായ് എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷകളിലെ നവോത്ഥാനം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ശരിക്കും കൺഫ്യൂഷൻ ആക്കാറുണ്ടല്ലേ. ചെറിയൊരു ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി, ഉത്തരം തെറ്റിപ്പോവും. അങ്ങനത്തെ ഒരു ട്രിക്കി ചോദ്യം അതെങ്ങനെ സ്മാർട്ടായി നേരിടാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അധികം വൈകാതെ നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് തന്നിട്ടുള്ള പരാമർശങ്ങളിൽ തെറ്റായ പരാമർശം കണ്ടെത്തുക. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നായിട്ട് നോക്കാമല്ലേ. സ്റ്റേറ്റ്മെന്റ് 1: ഹിന്ദുമതത്തിലെ അനാചാരങ്ങളായ ജാതിവ്യവസ്ഥ, ബാലവിവാഹം, വിഗ്രഹാരാധന ഇതിനെയൊക്കെ ദയാനന്ദ സരസ്വതി എതിർത്തു. സ്റ്റേറ്റ്മെന്റ് 2: സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയിലൂടെ അദ്ദേഹം തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സ്റ്റേറ്റ്മെന്റ് 3: ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രചരണത്തിനായി ദയാനന്ദ സരസ്വതി കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. സ്റ്റേറ്റ്മെന്റ് 4: പുരാണ ഇതിഹാസങ്ങളെക്കാൾ വേദാധിഷ്ഠിതമായ ഒരു നവീന ഹിന്ദു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലാണ് അദ്ദേഹം ഊന്നിയത്. ഇത് വായിക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതിലൊരു തെറ്റുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കീറിമുറിച്ചു പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സാമൂഹിക അനാചാരങ്ങളെ എതിർത്തു. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്. കാരണം നമുക്കറിയാം, ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചതും ജാതിവ്യവസ്ഥ, ബാലവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടിയൊരു നവോത്ഥാന നായകനാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, അതിലൊരു സംശയവുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതും ഒരു സംശയമില്ലാതെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് സത്യാർത്ഥ പ്രകാശം. അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ഈ കൃതിയിലൂടെയാണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തൽക്കാലം അവിടെ നിർത്താം. നേരെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. എന്താ അതിൽ പറയുന്നത്? വേദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളൊരു സംസ്കാരത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഇത് ശരിയാണോ? 100% ശരിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം എന്തായിരുന്നു? വേദങ്ങളിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ബാക്ക് ടു ദ വേദാസ്, അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പായി: സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 4ഉം ശരിയാണ്. ഇനി ബാക്കിയുള്ളത് ഏതാണ്? നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഈ ചോദ്യത്തിലെ ആ ഒരു ട്വിസ്റ്റ്, ആ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ദയാനന്ദ സരസ്വതി കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു എന്ന്. പലരും പഠിക്കുന്ന സമയത്ത് ഇവിടെയാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്. സത്യം പറഞ്ഞാല് ഈ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇതിലെ തെറ്റായ പ്രസ്താവന. ചോദ്യം വരും: ആരാണ് കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്? അത് ദയാനന്ദ സരസ്വതിയല്ല, മറിച്ച് രാജാ റാം മോഹൻ റോയിയാണ്. ഇതെപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ദയാനന്ദ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആര്യസമാജവും വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതുമൊക്കെയാണ്. ഹിന്ദു കോളേജ് കൽക്കത്ത, അത് രാജാറാം മോഹൻ റോയിയാണ്. PSC പരീക്ഷകളിലെ ഒരു സ്ഥിരം കൺഫ്യൂസിംഗ് ഏരിയയാണത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് കാര്യം പിടികിട്ടി. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് തെറ്റ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? തെറ്റായ പരാമർശം കണ്ടെത്താൻ. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻ എയില് 1 മാത്രമെന്ന് പറയുന്നു, പക്ഷേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബിയില് 2, 3 എന്ന് പറയുന്നു. അതിൽ 3 തെറ്റാണ്, പക്ഷെ 2 ശരിയല്ലേ? അതുമല്ല. ഓപ്ഷൻ ഡിയില് 1, 4 എന്നിവയെന്ന് പറയുന്നു. ആ 2ഉം ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് A, B, D ഈ 3 ഓപ്ഷൻസും ധൈര്യമായിട്ട് വെട്ടിക്കളയാം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഏതാ ബാക്കിയുള്ളത്? ഓപ്ഷൻ സി മാത്രം, അതായത് 3 മാത്രം എന്നതാണ് നമ്മുടെ ശരിയുത്തരം. കണ്ടില്ലേ ആ ഒരൊറ്റ പോയിന്റ്? അതായത് ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് രാജാ റാംമോഹൻ റോയ് ആണ് എന്ന ഒരു ചെറിയ വിവരം അത് മാത്രം കൃത്യമായി അറിയാമെങ്കിൽ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലെത്തിയത്. കേരള PSC പരീക്ഷകളിൽ ഇതുപോലെയുള്ള ട്രിക്കി ചോദ്യങ്ങളൊക്കെ വരും. അതിനെ ഇതേപോലെ സ്മാർട്ടായിട്ട് നേരിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലി നേടാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.